നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറെ ദുരൂഹമായ ഒരു രോഗം അത് കശ്മീർ താഴ്വരയിൽ കിടന്നു കറങ്ങുന്നു. 3ഓളം കുടുംബങ്ങളിലെ സകല അംഗങ്ങളുടെയും ജീവൻ എടുത്തുകൊണ്ട് ഇക്കഴിഞ്ഞ 6 ആഴ്ചയ്ക്കിടയിൽ 3 വ്യത്യസ്ത സംഭവങ്ങളിലായി നടന്നത് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം വലിയ ആശങ്കയും. 17ഓളം ആളുകൾ 45 ദിവസത്തിനിടയിലാണ് രജൌരിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ദുരൂഹത ആരോപിച്ച് നിരവധി ആളുകൾ രംഗത്ത് വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതതല സംഘത്തെ സംഭവസ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയും എന്താണ് കാരണമെന്നുള്ളത് കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ദുരൂഹത മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ വില്ലനായി മാറിയിരിക്കുന്നത് ബാവോളി മറ്റൊന്നുമല്ല, ഒരു ജലസംഭരണി, സമീപത്തെ ആളുകൾ ജലം ശേഖരിക്കുന്ന ഒരു കിണർ. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കിണർ തന്നെയാണ് ഈ ദുരന്തത്തിന് കാരണമായിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളത്തിൽ കലർന്നിരിക്കുന്ന കീടനാശിനിയാണ് ഇത്രയധികം ആളുകളുടെ ജീവൻ കവർന്നിരിക്കുന്നത് എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പൂർണ്ണമായും അത് തറപ്പിച്ച് പറയാനും ഈ അവസരത്തിൽ സാധിക്കില്ല. ഈ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഈ വെള്ളം ഏതെങ്കിലും രീതിയിൽ വയറ്റിലെത്തിയവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരണപ്പെട്ടവർ ഈ റിസർവോയറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചതായി സംശയിക്കുന്നുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് മരണപ്പെട്ടവർ ഇവിടെ നിന്നും വെള്ളം ശേഖരിച്ചത്? നേരിട്ടായിരിക്കുമോ ഇവർ വെള്ളമെടുത്തത് എന്ന കാര്യമൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണ് മരണകാരണമെന്നുള്ളത് വൈകാതെ തന്നെ പുറത്തുവിടാനായി സാധിക്കും. അന്തിമ നിഗമനത്തിലേക്ക് കടന്നിട്ടില്ല. രജൌരിയിലെ ബദാൽ ഗ്രാമത്തിലാണ് ഒരു വലിയ 3 കുടുംബത്തിൽ ഉണ്ടായ കൂട്ടമരണം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചത്. 14 കുട്ടികളടക്കം മരിച്ച ഈ സംഭവം വലിയ തോതിൽ മാധ്യമ വാർത്ത ആയതോടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മരണകാരണം എന്താണെന്നുള്ളത് കണ്ടെത്താനുള്ള ഉത്തരവിട്ടു. അതിനായി ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയാണ് നിയോഗിച്ചത്. മരിച്ചവരൊക്കെ തന്നെ ഒരേ തരത്തിലുള്ള ആരോഗ്യ അവസ്ഥ മൂലമാണ് മരണപ്പെട്ടത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും അധികം ദുരൂഹത വർദ്ധിപ്പിച്ചത്. പുതിയ തരത്തിലുള്ള ഏതെങ്കിലും വൈറസോ മറ്റോ ആണോ എന്നുള്ളത് ഒന്ന് സംശയമായി നിലനിൽക്കുന്നു. മറ്റൊന്ന്, അതിർത്തി മേഖല കൂടി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിഷം കൊടുത്തതാണോ എന്നുള്ള സംശയം അടക്കം പലരും പങ്കുവച്ചിരുന്നു. ഇനി അതല്ല, മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതുകൂടി കണ്ടെത്തണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ശരീരവേദന, തലകറക്കം, പനി തുടങ്ങിയ സമാനമായ ലക്ഷണങ്ങൾ ഈ രോഗികളൊക്കെ തന്നെ പ്രകടമാക്കി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇതേ കാരണം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഇവരുടെ ഉള്ളിൽ ചെന്നു. ഇത് തന്നെയാണ് മരണകാരണം. നാഡീകലകളെ തന്നെ നശിപ്പിക്കുന്ന വിഷവസ്തുക്കളാണ് ന്യൂറോടോക്സിനുകൾ. ന്യൂറോടോക്സിനുകളുടെ സാധാരണ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ലെഡ് അല്ലെങ്കിൽ എത്തനോൾ, അതായത് മദ്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ഗ്ലൂട്ടാമേറ്റ്, നൈട്രിക് ഓക്സൈഡ്, ബോട്ടുലിനം ടോക്സിൻ, അതായത് ബോട്ടോക്സ് എന്ന് പറയുന്നത്, ടെറ്റനസ് ടോക്സിൻ എന്നിവയൊക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും എന്നാൽ അളവിൽ കൂടുതലോ കുറവോ ആയിക്കഴിഞ്ഞാൽ അപകടകാരിയാകുന്നതുമായിട്ടുള്ള നിരവധിയുണ്ട്. ന്യൂറോടോക്സിനുകൾ കോശസ്തരത്തിലുടനീളം അയൺ സാധ്യതയുടെ മേൽ ന്യൂറോണിൻ്റെ നിയന്ത്രണത്തെ തടയുകയാണ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ളത് നമ്മൾ ഏവരും കേട്ടിട്ടുള്ളതാണ്. ന്യൂറോൺസിൻ്റെ കൃത്യമായ സന്ദേശം കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ, തലച്ചോറിൽ ആ സന്ദേശം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കും. ഒരു സിനാപ്സിൽ, അതായത് ഈ കൈമാറുന്നതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്, അതിലുടനീളമുള്ള ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയത്തെ ആയിരിക്കും ഇത് തടയുന്നത്. അതുമൂലം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ബൗദ്ധിക വൈകല്യമായിരിക്കാം, നിരന്തരമായ മെമ്മറി ലോസ് ആയിരിക്കാം, അപസ്മാരമായിരിക്കാം, ഡിമെൻഷ്യ ആയിരിക്കാം, ന്യൂറോപ്പതി ആയിരിക്കാം, അല്ലെങ്കിൽ മയോപ്പതി പോലുള്ള ന്യൂറോടോക്സിൻ മധ്യസ്ഥതയുള്ള പെരിഫറൽ നാഡീവ്യൂഹം തകരാറുകളൊക്കെ തന്നെ സാധാരണമായി കാണുന്ന അവസാന്തരമാണ്. ഏറ്റവും ഒടുവിൽ മരണത്തിലേക്ക് പോലും തള്ളിവിട്ടേക്കാം. ഈ ദുരൂഹ രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കേന്ദ്ര സംഘം എന്തായിരുന്നാലും തള്ളിക്കളഞ്ഞ് പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണമായിരിക്കുമെന്നുള്ളത് പങ്കുവയ്ക്കുകയാണ്. വൈറസോ ബാക്ടീരിയയോ മൂലമുണ്ടാകുന്ന രോഗമല്ല ഈ മരണത്തിനുള്ള കാരണം. അത് എന്തായിരുന്നാലും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഗ്രാമത്തിലെ ആദിവാസികൾ ഏറ്റവും അധികം വസിക്കുന്ന ഒരു മേഖലയാണിത്. അവർ വെള്ളം ശേഖരിക്കുന്ന ഒരു മേഖല ആയതിനാൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഈ കിണർ ബാവോളി അത് പ്രാദേശിക ഭരണകൂടം തന്നെ അടച്ചിടാനായി ഉത്തരവിട്ടു. ജനങ്ങളോട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉത്തരവിടുകയും ചെയ്തു. മലിനീകരണത്തിൻ്റെ കാരണം എന്ത് എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നയിക്കുന്ന സംഘത്തിൽ രാസവളം, കൃഷി, ആരോഗ്യം, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പ്രതിനിധികളൊക്കെ തന്നെ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒട്ടനവധി ജലസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അതിൽ ചിലത്
കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 3500 സാമ്പിളുകളിൽ വൈറസുകളുടെയോ ബാക്ടീരിയകളുടെയോ സാന്നിധ്യം കണ്ടെത്തിയില്ല. പകരം ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്കാണ് എത്തിയത്. മുൻകരുതൽ നടപടി എന്ന രീതിയിൽ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന സകലമാന ആളുകളുടെയും വൈദ്യപരിശോധന ജില്ലാ ഭരണകൂടം തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 7 മുതലാണ് ബുധാൽ ഗ്രാമത്തിൽ അസ്വാഭാവികമായ രീതിയിൽ ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അന്നു മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ കേന്ദ്ര സംഘത്തെ അയക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഗ്രാമത്തിലെ 5700ഓളം ആളുകളുടെ സാമ്പിൾ പരിശോധിച്ചു. അതിലൊന്നും തന്നെ വൈറസോ ബാക്ടീരിയയോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. ഇനി വിഷം നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. തലച്ചോറിൽ നീർക്കെട്ട് മരണപ്പെട്ട എല്ലാവരിലും അനുഭവപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. സാരമായ തകരാറ് തലച്ചോറിന് അനുഭവപ്പെട്ടു. ഇവരുടെ രോഗാവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ഡിസംബർ 7 മുതൽ ജനുവരി 17-നിടയിലായി അസ്വാഭാവികമായി 16 പേർ മരണപ്പെട്ടു. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 7 പേരാണ് അസുഖബാധിതരായത് ഡിസംബർ മാസത്തിൽ. അങ്ങനെയാണ് ഈ സംഭവത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ 5 പേർ വളരെ വേഗത്തിൽ മരണപ്പെട്ടു. ഡിസംബർ 12-ന് മറ്റൊരു കുടുംബത്തിലെ 9 പേർക്ക് സമാനമായ അസുഖം പിടിപെട്ടു. അതിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം 10 പേർക്ക് വീണ്ടും അസുഖം ബാധിച്ചു. അതിൽ 5 കുട്ടികൾ മരണപ്പെട്ടു. ഈ പറയുന്നവരൊക്കെ തന്നെ ഒരു അന്നദാന ചടങ്ങിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ട് ആദ്യം തന്നെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതൊക്കെ തന്നെ ഒരേ ചുറ്റളവിലാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 3 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. എന്തായിരുന്നാലും ജനങ്ങൾ നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും കശ്മീർ സർക്കാർ തന്നെ പറയുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.